വാർഡ് മെമ്പറാണിത്, ഓമന ചേച്ചി. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു അവസ്ഥ കാണിക്കാനായിട്ടാണ് നമ്മളെ ഈഗിൾ TV ചാനൽ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ നമ്മുടെ കടയിൽ ഇങ്ങനെ വരികയും പഴയ ഒരു ടേപ്പ് വന്നിങ്ങനെ നന്നാക്കിക്കൊണ്ട് പോണ വഴിക്ക് ഞാനിങ്ങനെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, എന്റെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ വാടക വീട് ഒന്ന് കാണാനായിട്ട് ഞങ്ങൾ വന്നതാണ്. ആ അവസ്ഥയാണ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നത്. നമുക്കിതൊന്ന് കണ്ടു നോക്കാം. എന്തായാലും മെമ്പറും ഉണ്ടല്ലോ. അപ്പൊ ഇത് സെപ്റ്റി ടാങ്കിന്റെ ആന്ന് തോന്നുന്നുണ്ട്, 2 ടാങ്കിന്റെ ഇത് ഇവിടെ കാണുന്നുണ്ട്. ആ അപ്പൊ അച്ഛൻ വന്നിട്ട് പറഞ്ഞാൽ അച്ഛൻ ഇവിടെ തനിച്ചേ ഉള്ളൂ. അപ്പൊ 17 വർഷമായിട്ട് ഇവർക്കൊരു വീടിന്റെ ഇതിന്റെ ഒന്നും കിട്ടിയിട്ടില്ലെന്നാ പറഞ്ഞത്. ഇപ്പൊ ബാത്റൂം ഉണ്ട്. ഒന്ന് കാണിച്ചു കൊടുത്തേ മേളില് ഇതൊന്നാണ്. ആ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നുള്ള അവസ്ഥ. ഒരു അച്ഛൻ താമസിക്കുന്നതാണ്, മകളൊക്കെ ദൂരെ ആയിരിക്കൂലേ. അപ്പൊ ഈ അവസ്ഥയിലാണ് ഞാൻ വന്നപ്പോ കഴിഞ്ഞ ദിവസം വാടകയ്ക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വിളിച്ചോണ്ട് വന്ന വീടായത്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, പേര് അജിത എന്നാണ്. അപ്പൊ ഞാനിത് വന്ന് കണ്ടപ്പോ എനിക്കത് ബുദ്ധിമുട്ടായി. കാരണം ഇത് ലൈഫ് മിഷനിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ടൊരു വീടായേനെ. ഇതിപ്പോ ഇതിന്റെ ഞങ്ങളോട് പറഞ്ഞു കള്ളന്മാരുടെ ശല്യമുണ്ട് ബാത്റൂമിലേക്ക്. അപ്പൊ എനിക്ക് തോന്നി കുറച്ച് ഓർമ്മക്കുറവുണ്ട്, മക്കള് 3 പെൺപിള്ളേരുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു. മെമ്പറിനെ ഞാൻ വിളിച്ചപ്പോ മെമ്പർ പറഞ്ഞു ആള് ഇങ്ങനെ ചെറിയൊരു ഓർമ്മക്കുറവ് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒന്നും മെമ്പർക്കും വലിയ കാര്യമായിട്ട് അറിയത്തില്ല, പുള്ളി പറയണ കാര്യങ്ങൾ മാത്രം. അപ്പൊ മെമ്പറിനോട് ചോദിച്ചപ്പോ മെമ്പർ പറഞ്ഞു മെമ്പറിന് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല, ഇവരിങ്ങനെ വീട് ഇങ്ങനെ കൊടുത്തതായിട്ടുള്ള അറിവ്. മെമ്പർ കൊടുത്തതാണെങ്കിൽ അതിന്റെ ഉള്ളിൽ ആള് താമസിക്കില്ല എന്തായാലും. അപ്പൊ ഈ അവസ്ഥയാണ്. പക്ഷെ ഇവിടെ ഒരു മനുഷ്യജീവൻ ഉണ്ടല്ലോ ഈ പറഞ്ഞ കണക്ക്. ഈ വെള്ളം ഈ അച്ഛൻ ഇതിന്റെ ഉള്ളിലാണ് കിടക്കണേ. അപ്പൊ നമുക്ക് ഒന്ന് എല്ലാരും ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഓൾറെഡി. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ആദ്യമായിട്ടാണ്, വലിയ രോഗങ്ങളൊക്കെ വരും. ഇന്നലെ തന്നെ എന്റെ മുമ്പിൽ വെച്ചിട്ട് 2 തവണയാണ് ഈ അച്ഛൻ വീഴാനായിട്ട് തുടങ്ങിയത്. ഇത് കണ്ടോ, ഇത് ഫുള്ള് അഴുക്കാണ്. ഇതാണ് അച്ഛൻ. ഇതാണ് നമ്മുടെ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ രാമകൃഷ്ണൻ എന്ന് വെച്ചാൽ അച്ഛൻ. ഇന്നലെ വന്ന് നമ്മൾ പരിചയപ്പെട്ടേ നമ്മളിവിടെ വന്നു, അപ്പൊ തന്നെ വന്നു. എനിക്കൊരു പന്തികേട് തോന്നി കഴിയാണ്ട് തന്നെയാണ് ഞാൻ വന്നത്. ഇവിടത്തെയൊക്കെ നിങ്ങൾക്ക് അവസ്ഥകൾ കാണുമ്പോൾ മനസ്സിലാവും. 17 വർഷമായിട്ട് താമസിക്കുന്ന സ്ഥിരതാമസക്കാരനാണ്. കിണറി കിടക്കണം. മെമ്പർ കണ്ടത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിക്കണ്ട. ഇതിന്റെ ഉള്ളിൽ അതും ഇതൊക്കെ വന്നിട്ട് ഇതാവൂലേ, ഈ വെള്ളമൊക്കെ കെട്ടിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ ചിന്തിച്ചു നോക്കിക്കേ. മെമ്പർ പറയട്ടെ ഇല്ലാന്ന്. രോഗങ്ങൾ ഉണ്ടാവോ ഇല്ലയോ മെമ്പർ പറ. പക്ഷെ ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇദ്ദേഹം ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്, വേറെ എങ്ങും പോയിട്ടില്ലല്ലോ. ഇത് മക്കള് ഇതിന്റെ ഉള്ളില് അല്ല. ഇത് കണ്ട ഭയങ്കര ഇരുട്ട്. അച്ഛനീ വട്ടം ഇവിടെ യാതൊരു പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ അച്ഛൻ പറഞ്ഞ സ്ഥിതിക്കാണ് നമ്മൾ വന്ന് നോക്കിയത്. ഇത് കണ്ട, ഇതാണ് ഈ അച്ഛന്റെ ദയനീയ അവസ്ഥ. ഇത് കണ്ട, ഇത് ഈ നടത്തു നോക്കിക്ക്. ഇവിടെയാണ് ബാത്റൂമിലൊക്കെ, ബാത്റൂമിൽ പോണ ബാത്റൂം. അല്ല നോക്കിക്കോളാന്ന് പറയണല്ലോ, ഈ അവസ്ഥ കാണണമല്ലോ. കാരണം ഒരു വീട് ഇതിന്റെ അകത്ത് ഇത് കണ്ടോ. ചേച്ചി നോക്കിക്കോളാന്നല്ലല്ലോ പറയണേ. ഈ അച്ഛൻ ഇങ്ങനെ കിടന്നൊരു അവസ്ഥയെ അത് ചിന്തിച്ചു നോക്കി. ഇത് തന്നെത്താനെ ഇതാക്കിയേക്കണത്. പെരക്കകത്തൊക്കെ ഒരു ചെരുപ്പ് പോലും ഇടാണ്ട് കയറാൻ പറ്റുന്ന അവസ്ഥയാ. അപ്പൊ അടുത്ത വെള്ളം ഒന്ന് കാണിച്ചത് ഇതായിട്ട് ഇത് ഇത് നോക്ക്. ഇത് ചാനലൊന്നും അല്ല, ഇത് ലൈവ് പോണക്കത്തെ ഒരു ലൈവ് ഇതായിട്ട്. ഈ അച്ഛൻ വന്ന് പറഞ്ഞു അച്ഛന്റെ വീട് വാടകയ്ക്ക് ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞാണ് വിളിച്ചു വന്നത്. ഇവിടെ വന്നപ്പോ ആണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഈ നിലത്ത് നോക്കിക്കേ, ഈ നിലത്ത് നോക്കിക്കേ, ഈ നിലത്ത് നോക്കിക്കേ. ഇതൊരു മകളാണെന്നാ പറഞ്ഞല്ലേ. ഇത് ഈ ഇപ്പുറത്തെ മുറിയൊന്ന് കാണിച്ചിട്ട് ഈ മുറി കാണിക്കും. ഇതിപ്പറ ഇതേ പോണക്ക്. അച്ഛനോട് അച്ഛൻ 17 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന അച്ഛന്റെ ആധാർ കാർഡിന്റെ ഇതൊക്കെ ഉണ്ട്. പേരക്കാട്ട് ഹൗസ്, പടിഞ്ഞാറേ കടുങ്ങല്ലൂര്, വാർഡ് നമ്പർ 774. അത്രയാ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നല്ലോ. ഇത് ഈ നമ്പറാണ് 774. 774. അപ്പൊ ഇവിടത്തെ വഴി ഒരു രീതിയിലും ഉപയോഗശൂന്യമല്ല. ആ വഴി ഒന്ന് കാണിച്ച് അത് അങ്ങോട്ടുള്ള ഈ വഴി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പുറം റോഡ് ഉള്ള കാരണം ഈ വഴി യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ ഇത് എത്ര വർഷം, ഇപ്പൊ 17 കൊല്ലമായിട്ട് അച്ഛനും ഇവിടെ താമസിക്കാൻ വേണ്ടിട്ട് ഇതവരെ രാവിലെ ആനുകൂല്യം കിട്ടിയിട്ടുണ്ടോ? ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ഈ വീട് പിന്നീട് വല്ലതും പണിയാനോ വല്ലതും കിട്ടിയിട്ടുണ്ടോ?
ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇതാണ് വീടും അതൊന്നുമില്ല. ബാത്റൂമൊക്കെ പുറത്ത് തന്നെ, അകത്തൊന്നും ഒരു ബാത്റൂമും ഇല്ല. ഇതൊക്കെ ഇതൊക്കെ മക്കളുടെ കൂടി കടമയാണ്. പഞ്ചായത്തിന്റെ മാത്രം കടമയല്ല. ഇത് മെമ്പറാണ് ഈ നിക്കണത്. നമ്മള് കള്ളത്തര കാര്യങ്ങളൊന്നും അല്ല. മെമ്പറിനെ ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. ഇവിടുത്തെ മെമ്പറാണോ? അച്ഛൻ കണ്ടിട്ടില്ല ഏതായാലും മെമ്പറിനെ കണ്ടിട്ടില്ല. വീടിന്റെ അവസ്ഥ ഒന്നും അറിയത്തില്ല. മെമ്പറിന്റെ തന്നെ അവസ്ഥ ഇതാണ്. മെമ്പറിന്റെ അവസ്ഥ തന്നെ ഇതാണ്. ഈ വെള്ളക്കെട്ടിക്കട ഇത് ഇത്രയും പ്രായമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് മെമ്പർ നിൽക്കുന്നത്. അപ്പം മെമ്പറിനെ അറിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മെമ്പറിനും അറിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു സ്വർണ്ണവള ഊരി കൊടുക്കണ ഒരു മെമ്പർ ഞാൻ മാത്രമേ ഉള്ളൂ. 2 വളകൾ വെള്ളപ്പുറത്തേക്ക് ഒരു സഹായങ്ങള്. പക്ഷെ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റണ്ട. എന്തായാലും ഈ അച്ഛനും ഇവിടെ ഇത് പട്ടിണിയും പരിവട്ടവും തന്നെയാണ്. നിങ്ങൾക്ക് മെമ്പർക്ക് ഇത് ഞാൻ പറഞ്ഞ സൂചിപ്പിച്ച വലിയ തെറ്റുണ്ടോ? ഞാൻ പറഞ്ഞതിലോ വിളിച്ചതിലോ വലിയ തെറ്റുണ്ടോ? ഇപ്പൊ ലോക സഹജമായ ആണല്ലോ ഇത്. അച്ഛനും വെക്കാൻ ആളില്ല. അതൊക്കെ ലോക സഹജം. പിന്നെ കഞ്ഞേശ്വരം അടുത്തൊരു മരണമുണ്ടായി. ഒരു മനുഷ്യനെ വീട്ടിലൊക്കെ ഗൾഫിലാണ്. അപ്പൊ ഇതാണ് കാരണവന്മാരുടെ ഒക്കെ ഇപ്പൊ നിലവിലുള്ള അവസ്ഥകള്. എല്ലാ അതേപോലെ തന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടുന്ന് തിരിയുന്ന 3 കൂടിയ കവലയാണ്. അവിടെ ഒരു ഹസ്ബൻഡിനെയും വൈഫിനെയും വണ്ടി ഇടിച്ചിട്ട് റോട്ടിൽ കിടക്കാണ്. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മുടെ വണ്ടിയിലാണ് കഴിഞ്ഞ ദിവസം എടുത്തിട്ട് അവിടെ ഒരു മിറർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ 2 വശത്തും അത് വെട്ടി കഴിഞ്ഞാൽ എന്ത് അപകട വളവാണത്. അവിടെ ആ സിറ്റുവേഷൻ ഞാനിതെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കണ്ടതാണ്. ഇദ്ദേഹം ഒരു ടേപ്പുമായിട്ടാണ് അവിടെ എനിക്ക് എങ്ങനെയും ഒന്ന് നന്നാക്കി കിട്ടുമെന്ന് ചോദിച്ചിട്ട് വന്ന് വർത്താനം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്തോ ഒരു കണ്ടെന്ന്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടപ്പോഴും ഇതേ വേഷം തന്നെ. അതാ പറഞ്ഞോ. വേറെ ഉണ്ടാ? വേറെ ഡ്രസ് ഉണ്ടാ? 1-2 ഉണ്ട്. എന്നിട്ടാണ് ഇത് മാത്രം പോയിട്ടാറ്. ഞാൻ കാണുമ്പോ ഒക്കെ ഞാൻ മിനിഞ്ഞാന്ന് ഇതാണ്. ഇന്നലെ നമ്മള് കണ്ടില്ലേ ഉണങ്ങിയിട്ട് 3 ഉണ്ട്. കഴുകിയിട്ടിട്ട് മഴ കാരണം ഇതില്ലേ അതങ്ങനെ. അപ്പൊ ഇതിപ്പോ മെമ്പർ പറഞ്ഞാറാണോ മകള് വന്നത് അതോ ഇന്ന് വന്നതാണോ? ഉണ്ട്. അറിഞ്ഞിട്ടില്ല വന്നത്. എന്തായാലും നന്നായി വന്നപ്പോ കണ്ടത്. എന്തായാലും മെമ്പർക്കോ അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയാലോ. ഒന്നില്ലെങ്കിൽ ഒരു മോള് വേറെ മോളും ഉണ്ട്. നല്ലൊരു ഫാമിലിയാണ്. അപ്പൊ ഒന്നില്ല. അപ്പൊ ഭാര്യ എവിടെയാണ്? ആണ്. എങ്ങനെയായാലും ഈ അച്ഛൻ ഈ കുഴി കിടക്കണത് ശരിയാണോ? ഒന്നില്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാം. എന്തും ആയിക്കോട്ടെ. എങ്ങനെ ആയാലും ഇങ്ങനെ കിടക്കണത് ശരിയല്ല. അച്ഛൻ വില്ലനായിക്കോട്ടെ അല്ലാത്തായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ. അല്ല ഇപ്പൊ എത്ര വർഷമായി പോയിട്ട്? 15 വർഷമായി അച്ഛൻ പറഞ്ഞു പോയിട്ട്. അല്ല 15 വർഷമെങ്കിലും മക്കളും കൊണ്ട് എല്ലാരും ഉണ്ടല്ലോ. ഈ ഒരു അവസ്ഥയില് കിടക്കണത് ശരിയാണോ? അതല്ല ഇവിടെ 17 വർഷമായിട്ട് കിടക്കണം. ഈ വീടൊന്ന് പുതുക്കി പണിയേണ്ട ഒരു ഇതുണ്ടല്ലോ. പഞ്ചായത്തില് ഒരു അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിലും ലൈഫ് മിഷന്റെ ഇതിൽ ഉൾപ്പെടുത്തി അച്ഛന് വീട് കൊടുക്കാമായിരുന്നു. ശരിയല്ലേ? അതല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാലും ഒരു വീട് കിട്ടിയാണ്. അല്ല അതിന്റെ പ്രായം ഇതാണല്ലോ. അതിന് നടക്കാനുള്ള ഒരു ചേച്ചിയും കൂടെ എവിടെ പോണേ? പഞ്ചായത്തിലേക്ക് വരണ്ട. അപ്പൊ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും അതല്ല ഞാൻ പറയണേ, വരാൻ പറ്റത്തില്ലാത്ത ആളുകള്, അതായത് വൃത്തിഹീനമായിട്ട് കിടക്കുമ്പോൾ ഒരു അന്വേഷണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണല്ലോ. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉണ്ടാവണം. ഇത് നമ്മള് വാർഡികൂടെ പോണല്ലോ. അതെ. അതാണ് അറിയണ്ടേ. അതായത് ഇവിടെ ഒറ്റയ്ക്കാണ് ആള് കിടക്കണേ. ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് തലേ വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100,000 അല്ല അസോസിയേഷൻ ഉണ്ടായിട്ടല്ലല്ലോ ഇപ്പൊ ഇങ്ങനെ കിടക്കണത്. അസോസിയേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കൂലല്ലോ. വീട് മെമ്പർക്ക് ഒരിത്തിരി ദൂരം താമസിക്കണത്. അറിയാൻ പറ്റില്ല. ഇത് ഒറ്റയ്ക്കല്ലേ. അപ്പൊ ഒറ്റയ്ക്ക് സമ്മതിച്ച് ഞാൻ പറയണത് ഇവിടെ കിടന്ന് മക്കള് അതിന് ഉത്തരം പറയണം. മക്കള് ഉത്തരം പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളിപ്പോ ഒരാളെ ഇന്നിപ്പോ കണ്ടു. ഈ ബയറിങ് ഉണ്ടോ? അല്ല ഞാൻ ചോദിക്കട്ടെ മെമ്പറെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കണ്ട ഇത് വരുത്തണോ? ഒരു എർത്ത് കിട്ടിക്കഴിഞ്ഞാൽ പോലും അറിയില്ല. ഞാൻ പറയണേ ശരിയാണോ ചേച്ചി? ഇവിടെ ഈ മാതിരി നനവുണ്ട്. ഒരു എർത്ത് കമ്പിയുടെ ഇവിടെ വെള്ളം ഉണ്ടെങ്കിൽ ആ എർത്ത് പെരക്കകത്ത് കയറി വന്ന് ഇദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? ആര് കാണും? എല്ലാവർക്കും വർത്താനം പറയാം. ഇതിന്റെ ഉള്ളില് കിടന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? അല്ല പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മെമ്പർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് നേരെ തിരിഞ്ഞു വർത്താനം പറയും. മക്കൾക്ക് നേരെ പറയും, മക്കള് പഞ്ചായത്തിന് നേരെ പറയും.
നാട്ടുകാരും മക്കൾക്കെതിരെയും പഞ്ചായത്തിനെതിരെയും പറയും. ശരിയല്ല ഞാൻ പറഞ്ഞത്? ഇത് അറിയണോ വേണ്ടയോ? ഈ ഈ അടുക്കളക്കകത്ത് അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഈ ഇതിന്റെ അകത്ത് താമസിക്കാൻ കൊള്ളാമോ? ചേച്ചി പറ. അങ്ങോട്ടൊന്ന് നോക്ക്. ആ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവര് കാരണവന്മാരെ ഒന്ന് നോക്കണം എന്നുള്ളൊരു ഇതുണ്ട്. പണ്ടേ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വന്നത് ഇത് വാ ഇങ്ങോട്ട് വാ, തിരിച്ച് റിട്ടേൺ പോരട്ടെ. ഇത് കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരിട്ട് കാര്യമൊന്നുമില്ല. വർത്താനം പറയുകയാണെങ്കിൽ എല്ലാവർക്കും വർത്താനം പറയാം. ബസ് ഇത് കണ്ടോ? ഇതേ മൂത്രപാത്രമാണ് ഈ ഇരിക്കുന്നത്. ഒരച്ഛന്റെ ഒരു നിസ്സഹായ അവസ്ഥയാണ് ഈ കാണുന്നത്. അദ്ദേഹം പണ്ടത്തെ കാലത്ത് വില്ലനാണ്, അല്ലാതെ 15 കൊല്ലമായി തന്നെയാണ് ഇവിടെ. നിങ്ങൾക്ക് ആർക്കെല്ലാം എന്തെങ്കിലും ഉപദ്രവം ഉണ്ടോ വില്ലനാണെങ്കിൽ? ബസ്സിന് ഇവിടെ പറ. ഈ ചേച്ചി പറയണത് ഇവിടെ അയലോക്കക്കാർക്ക് ആർക്കും ഒരു ശല്യമില്ല അച്ഛനെ കൊണ്ട്. ഒരു അല്ല ഞാൻ പറഞ്ഞാണ് ഒരു എത്രയും ഇത് അതായത് ഈ അച്ഛനെ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെല്ലാം എന്തെങ്കിലും ഉപദ്രവം? ഒരു ഉപദ്രവവും ഇല്ല. 17 കൊല്ലമായിട്ട് ഒറ്റയ്ക്ക് തന്നെയല്ലേ ഇവിടെ താമസിക്കുന്നത്? 10-15 കൊല്ലമായില്ലേ? ആർക്കും ഒരു ഉപദ്രവമില്ല. ചേച്ചി ഇവിടെ ഉണ്ടായി, കൂടെ ഒരു സഹോദരി മരിച്ചിട്ട് 3 മാസമായി എന്ന് പറഞ്ഞു. 3 മാസമല്ലല്ലോ, വർഷമല്ലേ? 3 വർഷമാണോ മാസമാണോ? അച്ഛൻ പറഞ്ഞു 3 മാസം. 5 വർഷമായി. 5 വർഷമായി. അച്ഛന് ഓർമ്മയില്ലാഞ്ഞിട്ട് അപ്പൊ ഓർമ്മക്കുറവാന്ന് മനസ്സിലായില്ലേ? നമുക്ക് ഇദ്ദേഹത്തിന് അറിയില്ല. നമുക്കടെ അപ്പൊ അച്ഛന് ഓർമ്മക്കുറവ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞങ്ങൾ ഇവിടെ വന്നത് ആദ്യമാണ്. ഞാൻ ഇന്ന് സാമൂഹ്യ പ്രവർത്തനത്തിലൊക്കെ അച്ഛൻ അറിയത്തില്ല. അച്ഛൻ ഒരു ടേപ്പുമായിട്ടാണ് ഞങ്ങളെ സമീപിച്ചത്. മനസ്സിലായ? ഇവിടെ വന്ന് വാടകയ്ക്ക് വീട് തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത്. അതാണ് പറഞ്ഞത്. വാടകയ്ക്ക് വീട് തരാമെന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങളല്ലെങ്കിൽ ചുമ്മാ ഇവിടെ എത്തുമോ? ഞാൻ മെമ്പറിനോട് എന്നാണ് പറഞ്ഞത്? ഞാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ മെമ്പറിനെ വിളിച്ചിരുന്നു. മെമ്പറിനോട് ഞാൻ പറഞ്ഞു വളരെ മോശം അവസ്ഥയിൽ ഇങ്ങനെ ഒരു വീട് കിടക്കണത്. അതായത് പഞ്ചായത്തിലാണെങ്കിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വരണ്ടാണ്. കാരണം വയ്യാത്ത ആളുകളെ പോയി ഇത്രയും 60 വയസ്സിന് മേളിൽ എന്തായാലും പ്രായമുണ്ടേ. അപ്പൊ പിന്നെ അത് സീനിയർ സിറ്റിസൺ ആണ്. സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ കിടക്കുമ്പോ അത് ഉറപ്പായാലും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. എല്ലാവർക്കും ഉണ്ട് ഉത്തരവാദിത്വം. മക്കൾക്കും ഉണ്ട്, പഞ്ചായത്തിലുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. മക്കള് ഉണ്ടെങ്കിൽ മക്കള് നോക്കണം. ഇതിപ്പോ ഇവിടെ ആരും ഇല്ലായിരുന്നല്ലോ. ചേച്ചി എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അച്ഛൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടിട്ടില്ല. ഞാൻ ഇന്നാണ് 8 വർഷത്തിന് ശേഷം 8 വർഷത്തിന് ശേഷം ഇപ്പൊ ആദ്യമാണ് മോളെ കാണുന്നത്. അച്ഛൻ എന്റെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ 4 വർഷമായിട്ട് ചേച്ചി പോയിട്ട് 8 വർഷമെന്നല്ലേ പറഞ്ഞു. അതെ, ചേച്ചി മരിച്ചിട്ട് 8 വർഷം എന്ന് പറയണത്. അപ്പൊ ഇവര് തമ്മിൽ പറയണ യോജിക്കുന്നത് അല്ല. ആന്റി ഉള്ളപ്പോ തന്നെ അപ്പൊ അവര് തന്നെ പറഞ്ഞു 8 കൊല്ലമായി ആന്റി മരിച്ചിട്ടെന്ന് അവര് തന്നെ പറഞ്ഞു. 8 കൊല്ലമായി ആന്റി മരിച്ചിട്ട് ആന്റി മരിക്കണം. ഞാൻ 4 വർഷം മുമ്പ് അച്ഛൻ എന്റെ കൂടെയാണ് താമസിച്ചത്. 4 വർഷം മുന്നേ ചേച്ചി ആ 4 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ചേച്ചി 4 വർഷം ഒരാഴ്ചയുള്ളൂ ഞാൻ വന്നിട്ട്. ഒരാഴ്ചയായിട്ടുള്ളൂ. ചേച്ചി ആ 4 വർഷം കൂടി ഉണ്ടായിട്ടില്ലല്ലോ അച്ഛനെ. ഭയങ്കര ദുർവിധിയായി പോയില്ലേ അത്? കാരണം അതിന് അക്കൗണ്ട് ഇല്ല, അവരെ ജീവിച്ചിരിക്കണുണ്ടോന്ന് അറിയില്ല. എന്ത് വരുന്നുള്ളതാണ്. പെങ്ങളുടെ വീട്ടിൽ പോയാണ് ഇതിപ്പോ ഇവര് പറയണ ഇവിടെയാണെന്ന് പറഞ്ഞു. ഇതിൽ സത്യാവസ്ഥന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ വന്നപ്പോഴും അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്. അല്ല 4 വർഷമായിട്ട് ചേച്ചി ഇല്ലല്ലോ. ചേച്ചി ഇല്ലെന്നല്ലേ ചേച്ചി പറഞ്ഞു. 4 വർഷം ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നില്ല. ചേച്ചി വേറെ സ്ഥലത്തായിരുന്നു. ഇവിടെ അച്ഛൻ എന്റെ അതാണ് സത്യം. അതിനുശേഷം ആന്റി മരിച്ചതിന് ശേഷം അച്ഛൻ എന്റെ കൂടെ അതിന് ശേഷം ഉള്ള കാര്യം പറയും. വരെയുള്ള കാര്യങ്ങൾ പറയും. അതിന് ശേഷമുള്ള കാര്യം അതാ പറഞ്ഞ. ആന്റി മരിച്ചതിന് ശേഷം അച്ഛൻ എന്റെ കൂടെ ആയിരുന്നു. എത്ര വർഷം ചേച്ചി പോയി? ഞാൻ 4 വർഷം. 4 വർഷമായിട്ട് അച്ഛൻ ഒറ്റക്കല്ലേ? ഒറ്റക്കാണോ? ഒറ്റയ്ക്കാണോ? അച്ഛൻ പെങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. പെങ്ങളുടെ വീട്ടിലാണ് പോയി കേട്ടാ മതി. അത് കഴിഞ്ഞ അതെ ഇതുവരെ ആയിരുന്നില്ല. അച്ഛൻ പെങ്ങളുടെ വീട്ടിലാണ് പോയി താമസിച്ചത്. പെങ്ങളുടെ പറഞ്ഞു. ഇവര് പറയുന്നത് ഇവിടുത്തെ താമസക്കാര് പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഇവിടെ വാടകക്കാരുണ്ടായിരുന്നു. ചേച്ചിയുടെ ആയിരുന്നു. ശരിയാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം 4 കൊല്ലമായിട്ട് ഇവിടെ തന്നെയാണ്. അതിനുശേഷം പെങ്ങളുടെ വീട്ടിലായിരുന്നു പാറൂര്. മനസ്സിലായ? ഇവിടെ വാടകയ്ക്ക് ഉണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന. ചേച്ചി പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പകൽ ഇവിടെ ഉണ്ടാവാറുണ്ട്. ആളിവിടെ ഉണ്ട് എന്നാണ് ഇവരും മെമ്പറും പറഞ്ഞു. ഇവിടെ ആളുണ്ടാവാറുണ്ട്. തിരിച്ചു പോകും. അച്ഛൻ എന്നാന്ന് പറയണത്? അച്ഛൻ ഇവിടെ തന്നെയാണോ കിടന്നുറങ്ങാറ്? അച്ഛൻ ഇവിടെ തന്നെയല്ലേ കിടന്നുറങ്ങാറ്? ആണ്.
രാത്രി അതാണ് സത്യം. നേരം വെളുക്കണ വരെ വരില്ലല്ലോ. ഇത് തർക്കം എന്തായാലും തർക്കം വേണ്ടല്ലോ. പെരയ്ക്കകത്തൊരു ബാത്റൂം പോലും ഇല്ല. ഇത്രയും അതായത് 30 മീറ്റർ എങ്കിലും പോകണം ബാത്റൂമിലേക്ക്. ഇത്രയും പ്രായമായിട്ടുള്ള ഒരു അച്ഛൻ താമസിക്കുന്നിടത്ത് അച്ഛനൊന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ അച്ഛൻ ഈ ചേറിന്റെ അകത്തൂടെ ഇറങ്ങി ഈ സെപ്റ്റിക് ടാങ്കി വെള്ളത്തിന്റെ ഉള്ളിൽ കൂടെ നടന്ന് ബാത്റൂമിൽ പോയി കയറണമെന്നാണ് എല്ലാരും പറയണത്. അതായത് ഇപ്പോഴത്തെ കാലത്ത് എവിടെയാണ് പുറത്ത് ബാത്റൂം ഉള്ളത്? ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഒന്ന് പറയാമോ? മെമ്പർക്ക് ഒന്ന് പറയാമോ? എവിടെയാണ് പെരയ്ക്കകത്ത് ബാത്റൂം ഇല്ലാത്ത ഒരു വീട് കാണിച്ചു തരാം. അച്ഛന്റെ കുഴപ്പം കൊണ്ടാണ് ഞങ്ങളിവിടെ താമസിക്കാൻ വന്നപ്പോ. അച്ഛന്റെ പ്രായം എത്രയാണ്? അച്ഛന് കഴിവില്ലാണ്ടല്ലോ. മക്കള് ഗൾഫിലുണ്ട് പറഞ്ഞ രണ്ടുപേരും നല്ല മക്കളെ അച്ഛൻ നോക്കേണ്ടത്. അല്ല ഗൾഫില് ആര് ഇതുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛന്റെ അവസ്ഥ ഇതാണല്ലോ. അല്ല മക്കളെ ഇവിടെ നിന്ന് വാടകയ്ക്ക് വേറെ താമസിച്ചിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തത്. അറിയോ? അല്ല ഇത്ര വർഷമായിട്ട് നിങ്ങൾ വന്നിട്ടില്ലല്ലോ, പിന്നെ അടുപ്പിച്ചില്ല എന്ന് പറയേണ്ട ഇതില്ലല്ലോ. കാരണം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നുമുണ്ട്. അപ്പൊ ഇതുണ്ട് അച്ഛൻ ബാത്റൂമിൽ പോണ പാത്രമാണിത്. അച്ഛൻ ആദ്യം കാലൊടിഞ്ഞപ്പോ വെള്ളം വീഴുന്നത് അപ്പൊ വെള്ളം ഛർദിച്ച് കഴിയുമ്പോ കേൾക്കാൻ പറ്റത്. അച്ഛൻ പറഞ്ഞ കാര്യം നിങ്ങളിടയ്ക്ക് കയറി പറയല്ലേ? എന്തിനാ വെച്ചേക്കണത്? അച്ഛൻ പറയണമല്ലോ. അച്ഛൻ പറയണമല്ലോ എന്തിനാണ് വെച്ചിരിക്കണ പാത്രം എന്ന്. ഇതെന്താണ്? ആ കിണറിന്റെ അകത്തേക്ക് ഈ ബാത്റൂമിന്റെ വെള്ളം ആ കിണറിലേക്ക് ഇറങ്ങൂലേ? ആ വെള്ളമാണോ ഇതാക്കണ കുടിക്കുന്നത്? ഇങ്ങോട്ട് വാ ബെസ്റ്റ് ഇങ്ങോട്ട് വാ. അപ്പൊ എന്തായാലും ഇത് ഈ അവസ്ഥയിലാണ്. കവർ ചെയ്യണ്ടെന്നൊക്കെയാണ് നമ്മളോട് പറയണത്. നമുക്ക് പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളോട് സഹായം ചോദിച്ചു വന്ന് നമ്മൾ കവറേജ് ചെയ്തേ പറ്റുള്ളൂ. കണ്ട എനിക്ക് തന്നെ തെന്നിയിട്ട് നടക്കത്തില്ല. ഇത് കണ്ട ഇവിടെ. അപ്പൊ ആ അച്ഛന്റെ അവസ്ഥ എന്താണ്? ഇതിക്കടെ ചവിട്ടി വരെ തെന്നി വീണു. വേറെ ഒന്നുമല്ല മെമ്പറെ, ഇതിപ്പോ മെമ്പർ പറഞ്ഞത് നന്നായി. ഇങ്ങനത്തെ പ്രശ്നം കൊറേ വീടുണ്ടെങ്കിലും ഈ അച്ഛന്റെ അവസ്ഥ ഇപ്പൊ കണ്ടോ? എന്നാലും ഈ സെപ്റ്റിക് ടാങ്കിൽ വെള്ളം ഒഴുകി പോയേക്കണ വീടുണ്ടോ? അതൊന്ന് പറയാമോ? ഇത് എവിടത്തെ വെള്ളം പോയേക്കണേ? ഈ സെപ്റ്റിക് ടാങ്കിലെ വെള്ളമാണ് ആ ഒഴുകിപ്പോയി ആ കിണറിലേക്ക് പോയേക്കണേ. അല്ലെന്ന് മെമ്പർക്ക് പറയാൻ പറ്റുമോ? ആണ്. ആ ചേച്ചി പറയട്ടല്ലെന്ന്. ഇവിടെ ചെന്ന് നോക്കിക്കേ, എവിടെ ഈ വറവ്? ഈ സെപ്റ്റിക് ടാങ്ക് ലീക്കിങ് ആണ്. എന്നിട്ട് മക്കള് വർത്താനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മകളിപ്പോ 4 കൊല്ലമായിട്ട് വന്നിട്ടില്ല. ചേച്ചി ചോദിച്ചല്ലോ 8 കൊല്ലമായിട്ട് സഹോദരി മരിച്ചേ പിന്നെ ഇവര് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. സഹോദരി ഉള്ളപ്പോഴേ വന്നിട്ടുള്ളൂ എന്ന് അവരുടെ വായില്ലെന്ന് തന്നെ വീണ്. എന്നിട്ട് പിന്നെ അവര് മാറ്റി പറയേണ്ട കാര്യമുണ്ടോ? ഇതില്ല. അപ്പൊ നീ ബാക്കി നിങ്ങളുടെ ഇതാക്കിക്കൊണ്ട് നമ്മളാ അപകട വളവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നമുക്ക് അതിന്റെ അകത്ത് വല്ല അറ്റാച്ച് ചെയ്തും ഇതാക്കി കയറ്റി വിടാം. ഇതണ്ട ഈ വെള്ളമൊക്കെ ഇതുണ്ടോ വേസ്റ്റ് ഇടണുണ്ടോ? നമ്മുടെയൊക്കെ പഞ്ചായത്തുകളിൽ വൈഫ് കൊണ്ടെന്ന് പറയാം. ആ മകക്കടെ പ്രായം എന്തോരണ്ട്. ഈ വഴിക്കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പാമ്പും പിടിച്ചു കഴിക്കും. ഈ വഴിക്കൂടെയൊക്കെ അപ്പുറം പിന്നെ വഴി ഉള്ളതാണ്. പിന്നെ ഈ വഴിക്ക് വരാറില്ലെന്നാ പറഞ്ഞത്. അതിന്റെ ഈ ചിരി കണ്ടിട്ടാണ് ഞങ്ങള് കഴിഞ്ഞ ദിവസം വരാതായിട്ട് വന്നത്. അതല്ല അച്ഛൻ ദുഷ്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. അച്ഛന് ദുഷ്ടനൊന്നും അല്ലെന്ന് അയലോക്കംകാര് പറയുന്നുണ്ട്. അവർക്ക് ആർക്കും ഒരു ദോഷവും ഇല്ല. ഒരു ചേച്ചി വന്നിട്ടുണ്ട്. പിന്നെ ആൾക്കാരോട് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. മെമ്പർ ഉൾപ്പെടെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടെന്ന്.
മകള് പറയണു അച്ഛൻ ഇവിടെ ഇല്ലാന്ന്. ഇതിൽ ഏതാണ്? ചേട്ടൻ ഇവിടെ തന്നെയാണ്. അച്ഛൻ ഇവിടെ അല്ല, അച്ഛൻ വൈകുന്നേരം ആകുമ്പോ എന്തോ വെച്ച് ഫ്ലൈറ്റിനൊക്കെ പോകുന്നുണ്ടെന്നുള്ള രീതിയിലാണ് ഉള്ള സംസാരങ്ങളൊക്കെ. അല്ല അല്ല അച്ഛൻ ഇപ്പൊ രാവിലെ തൊട്ട് അച്ഛൻ വൈകുന്നേരം എവിടെയാ പോണേ? എങ്ങും പോണില്ല. അപ്പൊ അച്ഛന്റെ മകള് പറയണത് പോകണുണ്ടെന്ന് പറയണേ. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാല്ല. ഞാൻ എന്നാ പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാരണവന്മാരെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ് കാരണവന്മാരെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ അവസ്ഥയാണ്. കുറച്ചു നേരം ഇരിക്കും. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്. റേഡിയോയുടെ ഉള്ള ക്രൈസിങ് കണ്ടിട്ട് നന്നാക്കി കൊടുത്തു, ഈ കൊച്ചു നന്നാക്കി കൊടുത്തു. അപ്പോഴാണ് ഈ സംസാരത്തിലൊരു അപാകത പോലെ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു കടയൊന്ന് കുറച്ചു നേരത്തേക്ക് അടച്ചിട്, നമുക്കൊന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മള് ഇവിടെ വന്നത്. വന്നു കഴിഞ്ഞപ്പോ ഇത് വരുന്നതാണ് തെന്നി വീണാണ് പോകുന്നത്. അപ്പൊ ഇത് എവിടുന്ന വെള്ളം നോക്കി കഴിഞ്ഞപ്പോ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് അകത്ത് കയറി നോക്കിയപ്പോ പെരക്കകത്ത് കുറവാ, ഭക്ഷണ പദാർത്ഥങ്ങളും ഒന്നുമില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് വേണം? ചേച്ചിയോടെ ചേച്ചി ഒരു സഹായം ചോദിച്ചോന്നെങ്കിൽ ചേച്ചി ചെയ്യില്ലയോ? നാലാളെ അറിയണോ ഇത് എല്ലായിടത്തെ അവസ്ഥകൾ കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട്? ഇതാണെന്നുള്ളത് കടുങ്ങല്ലൂര് പടിഞ്ഞാറെ കടുങ്ങല്ലൂരാണ്. അച്ഛന്റെ പെര നമ്പർ തന്നെ കിടക്കണ എനിക്ക് അത്ഭുതപ്പെടുത്തണം. 774 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആണോ? 1000 വീടുണ്ടെന്ന് മെമ്പർ പറയുന്നുണ്ട് ഇപ്പൊ ഇവിടെ. ഒന്നാം വാർഡിൽ 600 വീടുള്ളൂ. അത് അവർക്ക് അറിയാൻ പറ്റൂല. മെമ്പർ ഇവിടെ ഒന്ന് മത്സരിച്ചല്ലേ, മെമ്പർക്ക് അറിയാലോ എത്ര വീട്. മെമ്പർ പറഞ്ഞാൽ 1000 വീടുകളോളം ഉണ്ടെന്ന മെമ്പർ പറഞ്ഞു. മെമ്പർ തന്നെ വണ്ടി വിളിച്ചു വരേണ്ട അവസ്ഥയിലായിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥകൾ. നമ്മളൊന്ന് കാണിച്ചു തന്നുള്ളൂ. ഇതാണ് അച്ഛൻ. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം എന്തായാലും ഞാൻ പറയണത്, ഇതിന് മെമ്പറിനോട് എനിക്ക് കാര്യം പറയാനുണ്ട്. മക്കളോട് തീരുമാനം ചോദിച്ചറിയുക. കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് ഭാരവാഹികള്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, അയലോക്കംകാര് എല്ലാരും സമാധാനം പറയേണ്ടി വരും. ശരിയാണോ ഞാൻ പറഞ്ഞത്? അപ്പൊ അവരോട് എന്താണ് അവര് മാറ്റിയും മറിച്ചും വർത്താനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ അച്ഛന് 85 വയസ്സ് ആയിരുന്നു. അച്ഛന്റെ ഇതിലുണ്ട്, ID പ്രൂഫ് ഒക്കെ ഞങ്ങളുടെ ഇതിലുണ്ട്. അവര് എങ്ങനെ ആയാലും അവര് സേഫ്റ്റി ഒരുക്കിയേ പറ്റുള്ളൂ. കാരണം അച്ഛന് സ്ഥലമുള്ളപ്പോ അച്ഛന് പോകാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ അവിടെ പകരം വീട് വേണം. വീട് വേണമെങ്കിൽ ലൈഫ് മിഷനിലോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിലോ ഉൾപ്പെടുത്തി പെര വേണം. അച്ഛന് പോകാൻ താല്പര്യമില്ലെങ്കിൽ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകാൻ നിയമമൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ സ്വന്തം സ്ഥലമാണ്, അത് അച്ഛന്റെ ഇഷ്ടമാണ്. നോക്കില്ലാത്ത മക്കളുമാണെങ്കിൽ എന്താന്നുള്ള തീരുമാനങ്ങൾ അച്ഛനാണ് എടുക്കേണ്ടത്, അല്ലാണ്ട് നമ്മൾ ആരും അല്ല എടുക്കേണ്ടത്. ഇപ്പൊ ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പാവം ആള് കോടീശ്വരനായതാണ് ഇപ്പൊ ഈ കോലത്തിൽ ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നത്. കാരണം കള്ളത്തരത്തിന്റെ ഇപ്പൊ മകള് പറഞ്ഞ കള്ളത്തരം കേട്ടില്ലേ? അല്ല അയലോക്കംകാർക്ക് അറിയാം അച്ഛൻ ഇവിടെ സ്ഥിര താമസം. ആ മകള് പറഞ്ഞ എന്നാന്ന് സഹോദരിയുടെ വീട്ടിൽ നിന്ന് എന്തായാലും ഈ മഴയത്ത് പുള്ളിക്കാരൻ നേരം കിടക്കുമ്പോ ഇവിടെ ഒന്നും നിൽക്കൂലല്ലോ എന്തായാലും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മക്കളൊരു സമാധാനം പറയണം. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് മെമ്പർ ഒരു തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മക്കുറവുണ്ടെന്ന് മനസ്സിലായില്ലേ? ഞങ്ങളോട് പറഞ്ഞ 3 മാസമായുള്ള സഹോദരി മരിച്ചിട്ടുണ്ടാണ്. അപ്പൊ അതിന് ഓർമ്മക്കുറവുണ്ടെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ അതിന് ഓർമ്മക്കുറവുണ്ടെന്ന് നിങ്ങൾ സമ്മതിച്ചില്ലേ? ചെറുതായിട്ടുള്ള, എന്നെ സംബന്ധിച്ചിടത്തോളം വലുതായിട്ട് തന്നെയുള്ള. എന്നോട് പറഞ്ഞത് 3 മാസം ആയിട്ടേ ഉള്ളൂ, ആരുമില്ല, വാടകയ്ക്ക് വീട് കൊടുക്കണം, എനിക്ക് തന്നെ അവിടെ താമസിക്കാൻ പറ്റത്തില്ല, ഒരു സേഫ്റ്റി വേണമെന്നുള്ള രീതിയിലാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള്. ഇതിനൊരു പരിഹാരം കണ്ടെത്തി തന്നെന്നാണ് നമുക്കും പറയാനുള്ളൂ. കാരണം ഒന്നില്ലെങ്കിൽ മക്കള് കൊണ്ടുപോകണമെന്നില്ലെങ്കിൽ മക്കള് കൊണ്ടുപോവുക, അതല്ല എങ്കിൽ പഞ്ചായത്തിൽ അപേക്ഷ വെച്ച് വീടിന്റെ ഇതിന് എത്രയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക. കാരണം അയലോക്കംകാരോട് മറ്റുള്ളവരുടെ മെമ്പറുണ്ട്, ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയിലോ അല്ലെങ്കിൽ ലൈഫ് മിഷനിലോ ഒക്കെ ഉൾപ്പെടുത്തി. അത് നമ്മുടെ ബ്ലോക്കിലുണ്ടല്ലോ ഇപ്പൊ അത്. അപ്പൊ ഇതിനെ അറിയത്തില്ലെങ്കിൽ ഈ ആശാവർക്കന്മാരോ അതൊക്കെ ഉണ്ട്, ആൾക്കാരുണ്ടല്ലോ, എഴുതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വീട് കിട്ടാവുന്നേ ഉള്ളൂ. ശരിയല്ലേ? അല്ല വിൽക്കണം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന് വീട് വെച്ച് കഴിഞ്ഞാൽ വിൽക്കരുതെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അവരുടെ സ്വന്തം പ്രോപ്പർട്ടി അല്ലേ. ഇതിന് സേഫ്റ്റി ആയിട്ട് താമസിക്കും. ഇപ്പൊ അയലോക്കംകാരെ കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ലെന്ന് അച്ഛൻ പറഞ്ഞു, സഹകരണം ഉണ്ട് അവര് പറഞ്ഞു. ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ അതിനെ എങ്ങോട്ടും പറഞ്ഞു വിടേണ്ട കാര്യമില്ല, അതിനൊരു വീട് വേണമെന്ന് തന്നെ ഉള്ള ഇതാണോ ഉള്ളത്. ആർക്കും എങ്ങും പറഞ്ഞു വിടാനായിട്ടുള്ള ഉദ്ദേശം ഇല്ല. അപ്പൊ പിന്നെ ആ രീതിയിൽ പോണം. ബ്ലോക്കിലുണ്ടല്ലോ ഇത് തന്നെയാണല്ലോ അങ്ങോട്ട് എടുത്ത് വെച്ചാൽ എനിക്കറിയാലോ. കാസ്റ്റ് അടിസ്ഥാനത്തിൽ തന്നെയല്ല, അല്ലാണ്ട് ഇതേ അവസ്ഥ കിടക്കുന്നവർക്കുണ്ട്. പുറത്ത് ബാത്റൂം ഇല്ലാത്ത വീടൊന്നുമില്ല, അകത്തൊരു ബാത്റൂമിന് അപേക്ഷ വെച്ച് കഴിഞ്ഞാലും അകത്ത് ബാത്റൂമായി. ശരിയാണോ പറഞ്ഞേ? അപ്പൊ പിന്നെ അതിന്റെ കാര്യത്തെ കുറിച്ചൊന്നും നമുക്ക് പറയാനില്ല, നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നെ സമീപിച്ചിട്ടുള്ളത് ഞാൻ 55 ദിവസത്തിനുള്ളിലൊക്കെ വീട് വെച്ച
സ്ഥലങ്ങളുണ്ട്. അത് എവിടെയാന്നൊക്കെ അവിടുത്തെ MLA മാർക്കൊക്കെ അറിയാം, എവിടെയൊക്കെയാ ഞാൻ ചെന്നിട്ടുള്ളതെന്നുള്ള അവിടുത്തെ MLA മാർക്ക് അറിയാം, എവിടെയൊക്കെ ചെന്നിട്ടുണ്ട്, ആരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇപ്പൊ അപ്പൊ അങ്ങനെയാണ് അവസ്ഥ. അപ്പൊ അതൊന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്തായാലും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങള് ഇപ്പൊ ഇതാണ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമ്മളിങ്ങനെ നിൽക്കുന്നവരോട് അർത്ഥമില്ല. മകളുടെ സംസാര ശൈലിയൊക്കെ നമ്മൾ കണ്ടു. 8 കൊല്ലമായിട്ട് ഇങ്ങോട്ട് പടി കിടക്കാത്ത മകളാണ് ഇപ്പൊ ചേച്ചിയായിട്ട് തർക്കിച്ച് നിന്നത്. അല്ല, അവര് തർക്കം എന്ന് പറഞ്ഞ അവസ്ഥയായല്ലോ. നാലെന്ന് അവര് പറയണത്, നിങ്ങൾ 8 പറഞ്ഞ് ലാസ്റ്റ് അവരുടെ വായിന്ന് തന്നെ പറഞ്ഞു. ഒരു 8 വർഷത്തിന് മുമ്പാണ് സഹോദരി മരിക്കുന്ന വരെ വരുന്നുണ്ടായിരുന്നു മകള് തന്നെ പറഞ്ഞു. അപ്പൊ മകളുടെ കയ്യിൽ നിന്ന് തന്നെ കള്ളത്തരത്തിന്റെ അതും അവിടെ ഇതാക്കി. ഒന്നുമില്ല തീരുമാനം. ആ എങ്ങനെ ആയാലും ഇപ്പൊ ഈ വീടിന്റെ അവസ്ഥ ഇതാണ്. നമുക്ക് ഈ ഒരു മനുഷ്യജീവനാണ് ഈ നിക്കണത്. അതിന്റെ കാര്യത്തിൽ ഒരു നിലനിൽപ്പ് വേണം, അത്രേ ഉള്ളൂ. അതേ നമുക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഇതേ വെള്ളത്തിന്റെ ഇതൊക്കെ കണ്ട, ഇതൊക്കെ ഇത് എവിടുത്തെ വെള്ളമാണ് ഈ പറഞ്ഞ കനാല്. ഇതിനകത്ത് കനാലിന്റെ ലീക്കുണ്ട്, അതും വേറെ കാര്യം. കനാല് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഇത്ര നിറയാറായാലും അതിപ്പോ വെള്ളം കയറൂലല്ല വീട്ടിലേക്ക്. അത് സ്ഥലം കൊടുക്കാനൊന്നും ആരും സമ്മതിക്കൊന്നുമില്ലല്ലോ ഇപ്പത്തെ കാലത്ത്. അതൊന്നും ആരും സമ്മതിക്കൂല. അവരവരുടെ സ്ഥലം പോയിട്ടുള്ള ഒരു കാര്യത്തിന് അത് നിൽക്കത്തില്ല. ഇതിപ്പോ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞു. ഇപ്പൊ അങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യം. വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസയല്ല, ഗവൺമെന്റ് തരുന്ന ഫണ്ടാണ്. നമുക്കൊരാൾക്കൊരു അത് തീരുമാനിക്കണം. അതെ, ഇതിപ്പോ ഈ അവസ്ഥയിലാണ്. ഇത്ര 85 വയസ്സുണ്ട്. ഇനി ഇത് കൂടുതൽ അവസ്ഥ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇതേ കൂടുതൽ അവസ്ഥ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. മക്കൾ കൊണ്ടോട്ടില്ല, അതാ കുഴി കിടക്കണം. സെപ്റ്റി ടാങ്കിന്റെ വരെ ഞങ്ങൾ എടുത്തു പോയി. അതൊക്കെ ചോദിച്ചു, ചേച്ചിയൊക്കെ ചോദിക്ക്. ഇത് അവിടെ സെപ്റ്റിക് ടാങ്ക് പൊട്ടി ഒഴുകിയേ കിണറിന്റെ അകത്തൊക്കെ വെക്കണം. ആ പെരക്കകത്തുനിന്ന് ഉറവ് വരുവാണ്. ചോദിച്ചാൽ നമ്മളാണ് കുറ്റക്കാര്. ഇവിടെ ആ വഴിയൊന്ന് നോക്ക. സെപ്റ്റി ടാങ്കിൽ നിന്ന് ഒഴുകിയിട്ട് അപ്പുറത്തെ ടൈലിട്ടാന്നൊക്കെ പറയണു. അപ്പുറത്തെ വഴി ഞങ്ങൾ ആ വഴിയാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് ആ ബാത്റൂമിന്റെ അകത്തേക്കാണ് ചെന്ന് കേറണ സ്ഥലം. അവിടെ നിന്ന് തൊട്ട് കിണറിന്റെ അകത്തേക്ക് വെള്ളം പോണം. അല്ല, അപ്പന് ഇതിലെ പോകാൻ പറ്റൂലേ? ഇവിടെ പോണ നോക്ക്. അല്ല, ഇതിലെ പോണ ഇതിലെ പോകാൻ പാടില്ലെന്ന് വെച്ചു. ഇതിലെ പോണ വഴിയൊന്ന് കാണിച്ചു കൊടുക്ക്. അപ്പൊ ഇതിന്റെ അകത്ത് തർക്കമല്ല വേണ്ടത്, കാര്യങ്ങൾ നടന്നു കിട്ടുക. രസകരമായിട്ടുള്ള ഒരു സംഭാഷണമായിട്ട് മാറാൻ വാർത്താനായിട്ട്. അപ്പൊ എന്തായാലും ശരി, ഞങ്ങള് ഇപ്പൊ പോയി കണ്ടു. പെരക്കകത്ത് നിറച്ച് വെള്ളമാണ്. ഒരു മനുഷ്യജീവൻ എന്നുള്ള രീതിയിൽ നമ്മളത് മെമ്പറിനോട് പറഞ്ഞു. തെറ്റുണ്ടോ? ഇതിവിടെ 17 കൊല്ലമായിട്ട് ഇവിടെ കിടക്കണമെങ്കിൽ ഇതിന് ലൈഫ് മിഷന്റെ ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഉൾപ്പെടുത്തിയൊരു വീട് വേണം. മക്കൾക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ലെങ്കിലും ഇവരെ നാട്ടുകാർക്ക് ആർക്കും അച്ഛനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? അപ്പൊ പിന്നെ ആ അച്ഛനെ ഇവിടെ നിലനിർത്തണോ വേണ്ടത് നിങ്ങൾ നാട്ടുകാരും കൂടി തീരുമാനിക്കണം. കാരണം വേറെ ഒന്നുമല്ല, അച്ഛന് ഇവിടെ നിൽക്കാനാണ് താല്പര്യം. അപ്പൊ അച്ഛന് വീട് വേണോ? ഗവൺമെന്റ് അപ്പൊ ഗവൺമെന്റിന്റെ ഇതിന്റെ അകത്തുനിന്ന് വീട് കൊടുക്കണോ വേണ്ടയോ? കൊടുക്കണം. അത് കൊടുക്കേണ്ട ചുമതല മെമ്പർക്കടെയാണ്. അപ്പൊ ഇത് കാര്യങ്ങൾ നമുക്ക് അച്ഛന് വേണ്ടി ചെയ്ത് കിട്ടണ്ടേ? കിട്ടണം. മെമ്പർ പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-4 വീട് ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. ഞാൻ ചോദിക്കണത്, ഈ പുറത്ത് ബാത്റൂമുള്ള എത്ര വീടുണ്ട്? ഈ മാതിരി സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്ന എത്ര വീടുണ്ട്? അവരോട് പറയാത്ത സെപ്റ്റിക് ടാങ്ക് പൊട്ടിയേക്കണേ? ഈ അച്ഛന് 85 വയസ്സില്ലേ? ഈ അച്ഛനെ ഈ കാര്യം വെച്ചുകൊണ്ട് എവിടെ വരെ പോവും? ഇതൊക്കെ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ പഞ്ചായത്തോ ആരെങ്കിലും ഒന്ന് വന്ന് നോക്കേണ്ടതാണല്ലോ. ഇത്
ആ അതാണ്. അപ്പൊ നിറച്ച് എന്തായാലും അവിടത്തെ ഞാൻ അറിയണേത് ഈ അഴുക്ക് വെള്ളം പോലെ ഇങ്ങനെ കറുന്നുള്ള വെള്ളം കിടക്കണം. ഇത് ഇങ്ങനെ കിടക്കും. അതല്ലേ ഇപ്പൊ ഞങ്ങൾ വരാൻ കാരണം എന്താ? ഈ അച്ഛൻ വന്ന് വർത്താനം പറഞ്ഞപ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയ കാരണം മാത്രമാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ജനങ്ങൾ അറിയണമല്ലോ ഇങ്ങനെ ഒരു പഞ്ചായത്തിലൊന്നും കിടക്കാം. ഇവിടെ ഒരു ആക്സിഡന്റ് നടക്കുന്ന വളവുണ്ട്, അവിടെ 2 മിറർ വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു ഭർത്താവും ഭാര്യയും കൂടെ കൂടി ആ റോട്ടിൽ വീണ് കിടന്നിട്ട് വണ്ടികളെല്ലാം ഒതുക്കി മറ്റുള്ള സ്ഥലങ്ങളിൽ കൂടെ പോകരുത്. ഞങ്ങളുടെ വണ്ടിയിലാണ് എടുത്തിട്ടുണ്ട് പോയത്. അപ്പൊ അവിടെ 2 മിറർ വേണ്ട. ഇവിടെ എന്തൊരു പോക്കാ പോണത്. ഒരു നല്ല അപകട വളവാണത്. എന്ത് ആക്സിഡന്റ് ആണ് ഉണ്ടാവണത്? നല്ല രീതിയിൽ ആക്സിഡന്റ് ആണ് ഉണ്ടാവണത്. ചേച്ചി ഇതൊന്ന് കണ്ടു നോക്കിക്ക്, ആ പെരക്കാ കിടക്കണത്. ഇതാണ് അവസ്ഥ. അപ്പൊ ഞങ്ങള് ഇങ്ങനെ വന്ന് ചെയ്തതിൽ വലിയ തെറ്റുണ്ടോ? മെമ്പറിനെ വിളിച്ചു വരുത്തി. അപ്പൊ ആ വെള്ളക്കെട്ടും കാര്യങ്ങളും ഒക്കെ ഒരു പരിധിയില്ലേ എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. എല്ലാവരുടെയും ഞാനിപ്പോ ആലുവെന്നാണ് വന്നത്. അപ്പൊ ഈ അച്ഛൻ ഇങ്ങനെ വന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോ കാര്യങ്ങൾ അറിഞ്ഞു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ അറിഞ്ഞു. ഇന്നിപ്പോ വന്നിട്ട് ഞങ്ങൾ കവറേജ് ചെയ്തു. അതാണ് സംഭവിച്ചത്. അപ്പൊ ഇത് ഞങ്ങൾ ചെയ്തതിൽ വലിയ തെറ്റുണ്ടോ? 85 വയസ്സായി. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലടിച്ചുമ്പോ ഒരു മകൾ ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. ആ ചേച്ചിയായിട്ട് ചെറിയൊരു രീതിയിൽ ഒരു തർക്കമൊക്കെ നടന്നു. ലാസ്റ്റ് മകള് തന്നെ ഒതുങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു പറയുന്നതിനൊരു ലോജിക്ക് വേണമല്ലോ. പുള്ളിക്കാരി 4 കൊല്ലമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. പുള്ളിക്കാരി തന്നെ പറഞ്ഞു. ആന്റി ഉണ്ടായിരുന്ന സമയത്ത് 8 കൊല്ലമായി ആന്റി മരിച്ചിട്ടെന്ന് പുള്ളിക്കാരി പറഞ്ഞു. അച്ഛൻ പറഞ്ഞു 3 മാസമായി എന്ന് പറഞ്ഞു. അച്ഛന്റെ ഓർമ്മക്കുറവ്. അപ്പൊ അതുവരെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ പിന്നെ ഇത്രയും ഓർമ്മക്കുറവുള്ള ആളും ഇത്രയും ഇങ്ങനെ ഒരു ഇതാകണ്ടേ വേണ്ടോ? അപ്പൊ അതാണ് അവസ്ഥ. നമുക്ക് എന്തായാലും നിർത്താം. ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇനി എന്താന്നുള്ളത്. ജനങ്ങളും കൂടെ കാണട്ടെ ഇത്, അല്ലെ? പടിഞ്ഞാറേ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത്.